ഇപ്പോൾ ഈ ADGP-യുള്ള കൂടിക്കാഴ്ച ഒരു വിവാദം ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മൗനം വലിയ ആരോപണം പ്രതിപക്ഷം ഉയർത്തിക്കാണില്ല. വിവാദങ്ങൾ അങ്ങനെ പലതും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിസ്ഥാനരഹിതമായ ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് CPM-നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ADGP CPM-ൻ്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധിയൊന്നും അല്ലല്ലോ. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ലോ ആൻഡ് ഓർഡർ രംഗത്ത് ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം RSS നേതാവിനെ കണ്ടു എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. കണ്ടു എന്നുള്ളതല്ല പക്ഷെ എന്തിന് കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഉയർന്നു വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ പരിശോധനയിൽ തുടരുകയാണ്. അന്വേഷണം നടത്തി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കുറ്റകരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നിലപാട് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ മലപ്പുറത്തെ മുൻ SP-ക്കെതിരായി സസ്പെൻഷൻ നടപടി ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. ഈ വന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണത്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം ഗവൺമെൻറ്റിന് ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ച് സർക്കാരിനെ ഉലയ്ക്കാം, മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേന്ദ്രീകരണം ഉണ്ടാക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കാൻ പോകും. അത് രാഷ്ട്രീയമാണ് പ്രശ്നം. ADGP സംരക്ഷിക്കേണ്ടതൊന്നും പ്രശ്നമില്ല. ADGP സംരക്ഷിക്കേണ്ടുന്ന ഒരാവശ്യവും CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചുമതല നിറവേറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുള്ളൂ. അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച കാണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കും. ഇത്തരം ആളുകൾ എടുക്കുന്ന നിലപാടിനോട് ഗവൺമെൻറ്റിനോട് സമീപനം വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ തന്നെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ. അതുകൊണ്ട് ഈ അന്വേഷണങ്ങളൊന്നും പൂർത്തിയായിട്ട് അതുവരെങ്ങളൊന്ന് ക്ഷമിക്കുക. എന്നിട്ട് ഇത്ര ധൃതി പിടിക്കുന്നതിന് ഈ വിഷയത്തിൽ എന്നിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഒരു കാര്യം കൂടി, പൂരവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. അതിൽ ഒരാഴ്ചയ്ക്ക് റിപ്പോർട്ട് കൊടുക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് നൽകിയ നിർദ്ദേശം. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ MR അജിത്കുമാറായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഇതുവരെയും അത് നിങ്ങൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഗവൺമെന്റിനോട് അന്വേഷിക്കേണ്ടത്. പൂരത്തിന്റെ പ്രശ്നത്തിലും ഗൗരവമായ അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗൂഢാലോചന പുറത്തു വരണം. അവിടെ കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ട്, അത് നിയമത്തിന് മുമ്പിൽ വരേണ്ടതുണ്ട്. അത് നേരത്തെ തന്നെ ആ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ നിലപാടാണ് ഇക്കാര്യത്തിലും ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്.